ഹലോ എവരി വൺ, എല്ലാവർക്കും ഷിജ്ലീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ ഏറ്റവും എളുപ്പത്തിൽ ഗുലാബ് ജാമുൻ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം നോക്കാം. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പാൽപ്പൊടിയാണ്. നമ്മൾ ചായയൊക്കെ വെക്കാനായിട്ട് എടുക്കുന്ന സെയിം പാൽപ്പൊടി തന്നെ. അത് ഞാനിവിടെ ഒരു 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് റവയും മൈദയും ചേർത്ത് കൊടുക്കണം. രണ്ടും 1/2 ടേബിൾ സ്പൂൺ വീതമാണ് ചേർക്കേണ്ടത്. 1/2 കപ്പ് പാൽപ്പൊടിക്ക് 1/2 ടേബിൾ സ്പൂൺ മൈദയും റവയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡറിൻ്റെ ഒന്നും അളവ് കൂടിപ്പോകാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗുലാബ് ജാമുൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മാത്രം ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ഉരുക്കിയ നെയ്യാണ് ചേർക്കുന്നത് കേട്ടോ. നല്ലപോലെ കട്ടിയായിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കരുത്. നന്നായിട്ട് ഉരുകിയ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഒരുപാട് നേരം ഇട്ട് കുഴച്ചൊന്നും എടുക്കണ്ട. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഒരിത്തിരി ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ തോന്നുന്നു. അത് സാരമില്ല എന്ന് പറഞ്ഞ് ഒത്തിരി നേരമായിട്ട് കുഴച്ചെടുക്കരുത്. അപ്പോൾ ഗുലാബ് ജാമുൻ ഭയങ്കര ഹാർഡായി പോകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുഴച്ച് വെക്കുക. 10 മിനിറ്റ് ശേഷം നമുക്ക് വീണ്ടും ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാക്കുക. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഷുഗർ സിറപ്പിന് ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ 1.25 മുതൽ 2 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ പഞ്ചസാര വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നത് വരെ നമുക്ക് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഏലക്കയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഏലക്കയുടെ പൊടി അല്ലെന്നുണ്ടെങ്കിൽ ഏലക്ക ചതച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നാരങ്ങയുടെ നീരാണ്. പഞ്ചസാര ഒന്നുകൂടെ ഒന്ന് തിളച്ച് പഞ്ചസാര ലായനി ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നാരങ്ങയുടെ നീരും കൂടെ ചേർക്കണം. 1 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഷുഗർ സിറപ്പ് ക്രിസ്റ്റലൈസ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ചേർക്കേണ്ട, 1 ടേബിൾ സ്പൂൺ വരെ മാക്സിമം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് ഏകദേശം കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഒരുപാട് തിക്കായി പോകാനും പാടില്ല, ഒരുപാട് തിന്നായി പോകാനും പാടില്ല. രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ഗുലാബ് ജാമുന് നമ്മൾ റെഡിയാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഫുള്ള് ഷുഗർ സിറപ്പ് ഗുലാബ് ജാമുനിലേക്ക് അബ്സോർബ് ആവത്തുള്ളൂ. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെക്കാം. ഇനി ഗുലാബ് ജാമുൻ ബോൾസാക്കി എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഈ അടുപ്പത്ത് നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഞാൻ ചെറിയ അടുപ്പിലേക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഈ ഷുഗർ സിറപ്പ് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇത് അടച്ചു വെച്ചിട്ട് ഇപ്പം നമുക്കൊന്നുകൂടെ ഒന്ന് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുത്തിട്ട് ഓരോ ഉരുളകളായിട്ട് എടുക്കാം. ഒരുപാടങ്ങ് പ്രസ് ചെയ്ത് ഹാർഡാക്കണ്ട, ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഉരുളകളാക്കി എടുക്കുക. ഒരുപാട് ചെറുതായി പോകാനും പാടില്ല, എന്നാൽ ഒത്തിരി വലുതായി പോകാനും പാടില്ല. ഒരു മീഡിയം സൈസിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാം. പിന്നെ ഇത് ഷുഗർ സിറപ്പിൽ കിടന്നിട്ട് നല്ലപോലെ സിറപ്പൊക്കെ അബ്സോർബായിട്ട് നല്ലപോലെ വീർത്ത് വരും. അപ്പോൾ ആ ഒരു പരുവത്തിന് ഒരു മീഡിയം സൈസിൽ ഇത് ഉരുട്ടിയെടുക്കുക. നമ്മളിത് ഉരുളകളാക്കി എടുക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെക്കുക. എല്ലാ ഉരുളകളായിട്ട് എടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഓരോ ഉരുളകൾ വീതം ഇട്ടിട്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ പുറം ഭാഗം മാത്രം കരിഞ്ഞു പോകും, ഉള്ളിൽ നന്നായിട്ട് വേവില്ല. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ അല്ലെന്നുണ്ടെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളറിലെ ആ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒന്നെങ്കിൽ ഫ്രൈയിങ് ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലില്ലേ അത് യൂസ് ചെയ്യുക കേട്ടോ. ഇതൊന്ന് കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വരാനായിട്ട് ഒരു 6-7 മിനിറ്റ് എടുക്കും. ഏകദേശം ഈ ഒരു കളറിൽ ആയിരിക്കണം നമ്മുടെ ഗുലാബ് ജാമുൻസ് ഉണ്ടായിരിക്കേണ്ടത്. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നല്ല പോലെ ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോഴും ഷുഗർ സിറപ്പ് അത്യാവശ്യം നല്ല ചൂടോടുകൂടി തന്നെ ഇരിക്കുന്നു. അപ്പുറത്തെ അടുപ്പിൽ ലോ ഫ്ലെയിമിൽ ഞാൻ വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗുലാബ് ജാമുൻസ് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 1-2 മണിക്കൂറെങ്കിലും ഇത് അടച്ച് വെക്കുക. ഒരു ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ഇട്ടേക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും
ഈ പഞ്ചസാര പാനിയിലേക്ക് കടന്നിട്ട് നമ്മുടെ ഗുലാബ് ജാമുൻസൊക്കെ നന്നായിട്ട് വീർത്ത് നല്ലപോലെ സോഫ്റ്റായിട്ട് വരും. അപ്പോഴായിരിക്കും ഉള്ളിലേക്ക് ഇതൊക്കെ ഷുഗർ സിറപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞൊരു 2 മണിക്കൂറോളം ഇത് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. കണ്ടോ, ഇപ്പോൾ ഗുലാബ് ജാമുൻസൊക്കെ കറക്റ്റ് ഇരട്ടി വലിപ്പമായി വന്നിട്ടുണ്ട്. ഷുഗർ സിറപ്പ് അതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് മുറിച്ചിട്ട് കാണിച്ചു തരാം. നല്ല പോലെ സോഫ്റ്റാണ്, ഉള്ളിലൊക്കെ നന്നായിട്ട് ഷുഗർ സിറപ്പ് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് മറക്കരുത്. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.